നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാധാരണക്കാരായ വനിതകൾക്ക് ഏറെ കൈത്താങ്ങാകുന്ന വലിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നു. ഇനി മുതൽ വനിതകൾക്ക് കണ്ടക്ടർമാർ നൽകുന്ന സീറോ ടിക്കറ്റ് ഉപയോഗിച്ച് യാതൊരുവിധ ചെലവുമില്ലാതെ സംസ്ഥാനത്തെവിടെയും ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ജോലിക്കും പഠനത്തിനുമായി ദിവസേന ദീർഘദൂരം യാത്ര ചെയ്യേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. പ്രതിദിനം യാത്രയ്ക്കായി മാറ്റിവെക്കുന്ന ചെറിയ തുകകൾ കൃത്യമായി സമാഹരിച്ച് മികച്ച ഏതെങ്കിലും പദ്ധതികളിൽ നിക്ഷേപിച്ചാൽ ഭാവിയിലേക്ക് വലിയൊരു സമ്പാദ്യമാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് പ്രതിവർഷം ഏകദേശം 800 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ തുക യഥാർത്ഥത്തിൽ സാധാരണക്കാരായ വനിതകളുടെ കൈകളിലേക്കാണ് സമ്പാദ്യമായി തിരിച്ചെത്തുന്നത്. ഉദാഹരണത്തിന്, ഒരു വനിത യാത്രയ്ക്കായി പ്രതിദിനം ശരാശരി 50 രൂപയാണ് ചെലവഴിക്കുന്നത് എന്ന് കരുതുക. അവധി ദിവസങ്ങളെല്ലാം കഴിഞ്ഞ് മാസത്തിൽ 25 ദിവസമാണ് ഇവർ യാത്ര ചെയ്യുന്നതെങ്കിൽ പ്രതിമാസം 1250 രൂപയോളം ഇവർക്ക് ലാഭിക്കാൻ സാധിക്കും. ഇതുവഴി ഒരു വർഷം കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ഏകദേശം 15,000 രൂപയോളമാണ് അധികമായി ലഭിക്കുന്നത്. മറ്റ് അപ്രതീക്ഷിത ചെലവുകൾ എന്തെങ്കിലും വന്നാൽ പോലും ഒരു വർഷം കുറഞ്ഞത് 14,000 രൂപ വീതം ഓരോ വനിതയ്ക്കും സ്വന്തം പേരിൽ മിച്ചം പിടിക്കാനും അത് അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും സഹായിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാം ഗഡുവായ 2,000 രൂപ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുമെന്ന അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 4 മാസത്തെ തുകയാണ് ഈ കാലാവധിയുടെ അവസാന മാസമായ ജൂണിൽ അക്കൗണ്ടിലെത്തുന്നത്. എന്നാൽ ഈ തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി കർഷകർ ചില അടിയന്തര കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തവണ കർഷകർ അക്ഷയ അല്ലെങ്കിൽ CSC കേന്ദ്രങ്ങൾ വഴി കരമടച്ച രസീതും തിരിച്ചറിയൽ രേഖകൾ നൽകി അഗ്രിസ്റ്റ കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് കർഷക ID നിർബന്ധമായും എടുക്കണം. കൂടാതെ KYC, ലാൻഡ് സീഡിംഗ്, ബാങ്ക് അക്കൗണ്ടിലെ ആധാർ DBT അനുമതി എന്നിവ പൂർണ്ണമാണെന്ന് pmkisan.gov.in പോർട്ടലിലെ നോ യുവർ സ്റ്റാറ്റസ് വഴി ഉറപ്പുവരുത്തുകയും വേണം. അർഹരല്ലാത്തവരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഒരേ കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർ ആനുകൂല്യം വാങ്ങുന്നവരുടെയും 2019 ഫെബ്രുവരിക്ക് ശേഷം ഭൂമി കൈമാറ്റം കിട്ടിയവരുടെയും അക്കൗണ്ടുകൾ വെരിഫിക്കേഷനായി ഇപ്പോൾ താൽക്കാലികമായി തടഞ്ഞുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർഷകർ പുതുക്കിയ ബെനഫിഷ്യറി ലിസ്റ്റ് പരിശോധിച്ച് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ജൂൺ മാസത്തെ പണമിടപാടിന് മുൻപായി വില്ലേജ് ഓഫീസുമായോ കൃഷിഭവനുമായോ ഹെൽപ്പ് ഡെസ്ക് വഴിയോ ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കേണ്ടതാണ്. അതുപോലെ രാജ്യത്തെ കൃഷിഭൂമിയുടെയും കർഷകരുടെയും കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭ്യമാകുന്നതിനുള്ള അഗ്രിസ്റ്റ കർഷക രജിസ്ട്രി പദ്ധതിയുടെ അവസാനഘട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. കാർഷിക ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഉടൻ തന്നെ അഗ്രിസ്റ്റാക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ രജിസ്ട്രേഷൻ നടത്താം. ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, കരമടച്ച രസീത് അല്ലെങ്കിൽ പോക്കുവരവ് രേഖകൾ എന്നിവ ഇതിനായി ആവശ്യമാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ ഓരോ കർഷകനും ഒരു ഏകീകൃത കർഷക ID ലഭിക്കും. വില്ലേജ് ഓഫീസുകളിലെ ഭൂരേഖ പരിശോധനയ്ക്ക് ശേഷമേ ഈ ID ലഭ്യമാകൂ എന്നതിനാൽ രജിസ്റ്റർ ചെയ്തിട്ടും ID ലഭിക്കാത്തവർ വില്ലേജ് ഓഫീസുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടേണ്ടതാണ്. ഭൂമിയുടെ രേഖകളും ആധാറും ഒരിക്കൽ ബന്ധിപ്പിക്കുന്നതിലൂടെ ഭാവിയിൽ എല്ലാ ആനുകൂല്യങ്ങളും സബ്സിഡികളും നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വേഗത്തിലെത്തും. കൂടാതെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഇൻഷുറൻസ് ക്ലെയിമുകൾ, കുറഞ്ഞ പലിശയ്ക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ എന്നിവ ലഭിക്കുന്നതിനും ഈ ID നിർബന്ധമാണ്. പരമാവധി കർഷകരെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി വാർഡ് പഞ്ചായത്ത് തലങ്ങളിൽ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. PM കിസാൻ ആനുകൂല്യം വാങ്ങുന്നവർ മാത്രമല്ല, സ്വന്തമായി കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും എത്രയും വേഗം അഗ്രിസ്റ്റാക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ID സ്വന്തമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്ക് ആശ്വാസ പദ്ധതിയുമായി സർക്കാർ. ആശ്വാസ് 2026 പദ്ധതിയിലൂടെ ഒറ്റത്തവണയായി വായ്പകൾ തീർപ്പാക്കാവുന്നതാണ്.
വായ്പ കുടിശ്ശിക ഒഴിവാക്കുക, കൂടുതൽ തിരിച്ചടവ് ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ജൂൺ 1 മുതൽ 100 ദിന പരിപാടിയായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓഗസ്റ്റ് 31 വരെ വായ്പകൾ തിരിച്ചടയ്ക്കാവുന്നതാണ്. കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്നെടുത്ത വായ്പകൾക്കാണ് പ്രഥമ പരിഗണന. പദ്ധതി കാലയളവിൽ ജപ്തി ഉൾപ്പെടെയുള്ള എല്ലാ തുടർ നടപടികളും നിർത്തിവെക്കും. അർഹരായവർക്ക് പിഴപലിശയും ഒഴിവാക്കി നൽകുന്നതാണ്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുടുംബങ്ങൾക്കും പലിശയിളവുണ്ട്. സ്വർണ്ണ വായ്പ, നിക്ഷേപ വായ്പ ഒഴികെയുള്ള എല്ലാ വായ്പകളും പദ്ധതിയിൽ പരിഗണിക്കും. 5 വർഷത്തിലേറെ കുടിശ്ശികയുള്ള 50,000 രൂപ വരെയുള്ള ചെറുവായ്പകൾക്ക് 50% പലിശയിളവും നൽകും. തിരിച്ചടവ് മുടങ്ങിയവർക്കെതിരെയുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കാൻ സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കായി ഈ അധ്യയന വർഷം നിരവധി സ്കോളർഷിപ്പുകളാണ് ഒരുങ്ങുന്നത്. പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇപ്പോൾ തന്നെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ ആധാർ കാർഡ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ആധാറിലെ ഫോട്ടോ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, മേൽവിലാസം, പേര് എന്നിവയെല്ലാം യാതൊരു തെറ്റുമില്ലാതെ കൃത്യമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ 5 വയസ്സിലും 15 വയസ്സിലും ചെയ്യേണ്ട നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഇപ്പോൾ 17 വയസ്സ് വരെ സൗജന്യമായി ചെയ്യാൻ സാധിക്കും. രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ പ്രത്യേകം മുൻകൈ എടുക്കണം. ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ മുടങ്ങുക മാത്രമല്ല, എൻട്രൻസ് പരീക്ഷകളുടെ രജിസ്ട്രേഷൻ, വിവിധ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കൽ എന്നിവയ്ക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതിനാൽ എത്രയും വേഗം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ എൻറോൾമെന്റ് സെന്ററുകളിലോ എത്തി ഈ സൗജന്യ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കി ആധാർ കാർഡുകൾ പുതുക്കണമെന്ന് UIDAI അഭ്യർത്ഥിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തിന്റെ വാഹന ഊർജ്ജ മേഖലകളിൽ സമഗ്രവും വിപ്ലവകരവുമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 100% എഥനോൾ നിയമപരമായ വാഹന ഇന്ധനമായി ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന ചരിത്രപരമായ ഉത്തരവിൽ കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രി നിതിൻ ഗഡ്കരി ഒപ്പുവച്ചിരിക്കുകയാണ്. ഔദ്യോഗിക രേഖകളിൽ ഒപ്പുവെച്ച വിവരം അദ്ദേഹം ജനങ്ങളെ അറിയിച്ചതോടെ രാജ്യത്തെ ഗതാഗത ശൃംഖലയുടനീളം പരിസ്ഥിതി സൗഹൃദമായ ശുദ്ധ ജൈവ ഇന്ധനം വാണിജ്യാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്നതിനും അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി നിശ്ചയിക്കുന്നതിനുമുള്ള നിയമപരമായ വഴികളാണ് ഇപ്പോൾ പൂർണ്ണമായും തുറക്കപ്പെട്ടിരിക്കുന്നത്. E100 എന്ന പേരിൽ വിപണിയിലെത്തുന്ന ഈ ഇന്ധനം അന്തരീക്ഷ മലിനീകരണവും കാർബൺ പുറന്തള്ളലും ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നത് പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് വലിയൊരു നാഴികക്കല്ലാകും. കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും കരിമ്പിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എഥനോളിന്റെ വ്യാപകമായ ഉപയോഗം കർഷകർക്ക് പുതിയൊരു വരുമാന മാർഗം സൃഷ്ടിക്കാനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്താനും സഹായിക്കും. മാത്രമല്ല, പ്രതിവർഷം ലക്ഷക്കണക്കിന് കോടി രൂപ വിദേശ വിപണിയിലേക്ക് ഒഴുക്കുന്ന അസംസ്കൃത എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് വലിയൊരു തോതിൽ കുറയ്ക്കുവാനും അതുവഴി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും സ്വാശ്രയത്വം കൈവരിക്കാനും സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരും സാമ്പത്തിക വിദഗ്ധരും ഒരുപോലെ കണക്കുകൂട്ടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പുതിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഈ വരുന്ന ജൂൺ 19 തീയതിയാണ് VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വർഷത്തെ പെൻഷൻ വിതരണത്തെക്കുറിച്ചും പുതിയ പരിഷ്കാരങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ ബജറ്റിന് ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. നിലവിൽ 2000 രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തുക ഒറ്റയടിക്ക് 3000 രൂപയാക്കി ഉയർത്താൻ സാധ്യത കുറവാണെങ്കിലും ഇത്തവണ ബജറ്റിൽ 200 രൂപയുടെ വർധനവ് വരുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഭരണകാലാവധി പൂർത്തിയാകുമ്പോഴേക്കും ഘട്ടം ഘട്ടമായി പെൻഷൻ തുക 3000 രൂപയിൽ എത്തിക്കുകയാണ് പുതിയ സർക്കാരിന്റെ ലക്ഷ്യം. സാധാരണയായി എല്ലാ മാസത്തെയും അവസാന ആഴ്ചകളിലാണ് പെൻഷൻ തുക വിതരണം ചെയ്യാറുള്ളതെങ്കിലും ഇത്തവണ ബജറ്റിന് ശേഷം വരുന്ന ഔദ്യോഗിക അറിയിപ്പുകളെ ആശ്രയിച്ചായിരിക്കും സർക്കാർ വിതരണ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. കൂടാതെ പുതിയ സർക്കാരിന്റെ ഔദ്യോഗിക തിരക്കുകൾ കാരണം സാധാരണ ജൂൺ മാസത്തിൽ നടക്കാറുള്ള വാർഷിക മസ്റ്ററിംഗ് ഇത്തവണ 2-3 മാസം വൈകി ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലേക്ക് നീളാനും സാധ്യതയുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ ഈ മാറ്റങ്ങളെല്ലാം ഒരു പ്രധാന അറിയിപ്പായി മനസ്സിൽ കരുതേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഉൾപ്പെടുന്ന വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഇനിയും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അധികൃതർക്ക് മുന്നിൽ സമർപ്പിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ആധാറിന്റെ കോപ്പി സഹിതം എത്രയും വേഗം അതത് പഞ്ചായത്ത് അഥവാ മുനിസിപ്പാലിറ്റി ഓഫീസുകളിൽ എത്തിക്കേണ്ടതാണ്. ജൂൺ മാസം 30 തീയതിയോടെ ഇതിന്റെ സമയപരിധി അവസാനിക്കും. ജൂലൈ മാസം ആരംഭിക്കുന്നതോടെ ഈ സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും റദ്ദാക്കുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് തുടരുന്നു. തുടർച്ചയായ ദിവസങ്ങളിലെ വർധനവിന് പിന്നാലെ ഇന്ന് ജൂൺ 15 തിങ്കളാഴ്ചയും
വില കുത്തനെ ഉയർന്നു. 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 225 രൂപ വർദ്ധിച്ച് 13,890 രൂപയും പവന് 1,800 രൂപ വർദ്ധിച്ച് 1,11,120 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. Please subscribe our channel.